സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ നയിച്ച ഗാനമായിരുന്നു. അതൊടുവിൽ പാർലമെന്റിന്റെ മുറ്റത്തും എത്തിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഗാനം ആലപിച്ചുകൊണ്ട് UDF എംപിമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് ഒടുവിലെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ ശൂന്യവേളയിൽ KC വേണുഗോപാലും ഹൈബി ഈഡനും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ ഗാനം തങ്ങൾക്ക് വോട്ട് നേടിത്തന്നതായി മനസ്സിലാക്കിയാണ് ഇന്ന് പാർലമെന്റ് വളപ്പിൽ അത് പാടിയത്. UDFന് വേണ്ടിയാണ് ഈ പാട്ടുണ്ടാക്കിയത്. പ്രചാരണവേദികളിൽ അത് തരംഗമായി. നേതാക്കളുടെ 1000 പ്രസംഗങ്ങളെക്കാൾ അത് UDFനും ഒരു പരിധിവരെ BJPക്കും ഗുണം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെതിരെ വിധിയെഴുത്തുണ്ടായതിൻ്റെ മുഖ്യ കാരണങ്ങളിലൊന്ന് ഈ ഗാനമാണെന്ന് ടെലിവിഷൻ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും പറയുന്നു. ഇലക്ഷൻ കാലത്ത് പല മുന്നണികളും തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ തയ്യാറാക്കി പുറത്തിറക്കാറുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നിരവധി KPAC ഗാനങ്ങളുണ്ടായിരുന്നു. അതിനെയെല്ലാം കടത്തിവെട്ടിയാണ് ഈ ഗാനം ഇപ്പോൾ തരംഗമായിരിക്കുന്നത്. മലപ്പുറത്തെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കീബോർഡ് വായിക്കുന്ന മുഹമ്മദ് ഡാനിഷ് എന്നയാളാണ് ആദ്യം ഈ പാട്ടുപാടിയത്. കൂടെ പാടിയത് താനൂരിലെ ഇർഫാൻ എന്നയാളാണ്. അബ്ദുൽ ഹൈ എന്നയാളാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. മുഖ്യ ശബ്ദം മുഹമ്മദ് ഡാനിഷിൻ്റേതാണ്. താനൂരിൽ UDFന്റെ ലീഗിന്റെ ഒരു പ്രചാരണ വേദിയിലാണ് ഈ പാട്ട് ആദ്യം അവതരിപ്പിക്കപ്പെട്ടത്. GP ചാലപ്പുറം എന്ന പ്രവാസി മലയാളിയാണ് ഈ ഗാനം എഴുതിയതെന്ന് മുഹമ്മദ് ഡാനിഷ് പറയുന്നു. അന്നത് ഹിറ്റാവുമെന്ന് അവരൊന്നും നനച്ചതേയില്ല. അബ്ദുൽ ഹൈ ഗാനം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ 4 ദിവസം കൊണ്ട് 20 ലക്ഷം പേർ കണ്ടു. വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കപ്പെട്ട ഗാനമായിരുന്നു അത്. ഇപ്പോൾ PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പാടി നടക്കുകയാണത്. തുടർന്ന് പ്രചാരണ രംഗത്തെ മുഖ്യ ആയുധമായി അത് മാറി. UDFന് മാത്രമല്ല BJPക്കും ഗുണം ചെയ്യുന്ന ഒരു പാട്ട് എന്ന നിലയിൽ അത് വേറിട്ട് നിൽക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലും ഈ ആയുധം പ്രയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട.